Good morning. ഇന്ന് അമല മെഡിക്കൽ കോളേജിലെ PG വിദ്യാർത്ഥികൾക്കുള്ള ഈ ഇൻട്രൊഡക്ടറി ടോക്ക് നൽകുന്നതിന് എന്നെ വിളിച്ചതിന് നിങ്ങളുടെ പ്രിൻസിപ്പൽ ഡോക്ടർ ബെറ്റ്സിക്കും മാനേജ്മെൻറ്റിനും എൻ്റെ ഹൃദയപൂർവമായ നന്ദി അറിയിക്കുന്നു. എനിക്ക് വലിയ സന്തോഷമുണ്ട് ഇന്ന് അമല മെഡിക്കൽ കോളേജിലെ PG വിദ്യാർത്ഥികളോട് ഏതാനും വാക്കുകൾ എൻ്റെ ജീവിത അനുഭവത്തിൽ നിന്ന് പങ്കുവെക്കാനായിട്ട്. ഞാൻ ഈ ടോക്ക് തരുമ്പോൾ ഒരു ക്രിസ്ത്യൻ എന്ന നിലയിലും ഒരു ഡോക്ടർ എന്ന നിലയിലും എൻ്റെ ജീവിതത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്ത കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നു. അത് ഞാൻ ഈശോയെക്കുറിച്ച് പറഞ്ഞാൽ നിങ്ങളത് ദൈവമെന്ന് കരുതിയാൽ മാത്രം മതി. എനിക്കറിയാം നിങ്ങൾ പല മതത്തിൽ നിന്നുള്ളവരാണ്. ഞാൻ എൻ്റെ ജീവിതത്തെ എങ്ങനെയാണ് ഈശോ സ്വാധീനിച്ചത് എന്നൊക്കെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളതിൽ ഒഫൻസ് വിചാരിക്കരുത്. ടേക്ക് ഇറ്റ് ഇൻ ദ സ്പിരിറ്റ്. ഞാൻ ഈ ടോക്കിന് കൊടുത്തിരിക്കുന്ന പേര് വി ആർ കോൾഡ് ടു സെർവ് ലൈഫ്. നമ്മെ വിളിച്ചിരിക്കുന്നത് ജീവന് ശുശ്രൂഷ ചെയ്യാനാണ് എന്നാണ്. അതായിരിക്കും എൻ്റെ ഈ ടോക്കിൻ്റെ ത്രസ്റ്റ്. ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, എങ്ങനെയാണ് നമ്മൾ ഡോക്ടർമാരായത്, എങ്ങനെയാണ് ഞാൻ ഡോക്ടറായത്, എങ്ങനെയാണ് നിങ്ങൾ ഓരോരുത്തരും ഡോക്ടർമാരായത്. അതിൻ്റെ ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ച് ഡീപ്പായിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കണം. ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, നിങ്ങൾക്ക് SLCക്ക് നല്ല മാർക്ക് കിട്ടി, അത് കഴിഞ്ഞ് +2 നല്ല മാർക്ക് കിട്ടി, നിങ്ങൾ നന്നായിട്ട് എൻട്രൻസ് പഠിച്ചു, അതുകൊണ്ട് നിങ്ങൾക്ക് MBBS അഡ്മിഷൻ കിട്ടി, അതുകൊണ്ട് നിങ്ങൾ ഡോക്ടറായി എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ. പക്ഷെ എൻ്റെ ബോധ്യം ഇതാണ്, എന്നെ സൃഷ്ടിച്ച എൻ്റെ ദൈവം എന്നെ പ്രത്യേകമായി ഒരു ഡോക്ടറാകാൻ വിളിച്ചത് കൊണ്ടാണ് ഞാൻ ഡോക്ടറായത്. എൻ്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് ഞാൻ കരുതുന്നു. ഞാൻ ജനിച്ചു വളർന്നത് ഒരു കുഗ്രാമത്തിലാണ്. ഇപ്പോഴേ MES മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്ന പെരിന്തൽമണ്ണയ്ക്ക് അടുത്തുള്ള മാലാപറമ്പ് എന്ന കുഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. എൻ്റെ മാതാപിതാക്കൾക്ക് 8 മക്കളുണ്ടായിരുന്നു. ഞാൻ ഒരു പക്ഷേ ഒരു ഡോക്ടറാകും എന്നതിനേക്കാൾ അധികമായിട്ട് എൻ്റെ മാതാപിതാക്കളൊക്കെ അല്ലെങ്കിൽ എന്നെ അറിയുന്ന പലരും ആഗ്രഹിച്ചിരുന്നതും അവർ പറഞ്ഞിരുന്നതും ഞാനൊരു വൈദികനാവും, ഒരു പ്രീസ്റ്റ് ആവും എന്നാണ്. പക്ഷെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ സയൻസിൽ ഞാൻ വളരെ നന്നായിട്ട് പഠിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ സ്കൂളിൽ ഞാൻ അറിയപ്പെട്ടിരുന്നത് സയൻറ്റിസ്റ്റ് എന്ന നിലയിലാണ്. സയൻസ് ഇൻട്രസ്റ്റ് ഉള്ള വ്യക്തി എന്ന നിലയിൽ യങ് ബഡിങ് സയൻറ്റിസ്റ്റ് എന്നൊക്കെയാണ്. അപ്പം ഞാനൊരു സയൻറ്റിസ്റ്റ് ആവുമെന്നാണ് എൻ്റെ സ്കൂളിലുള്ള ടീച്ചേഴ്സൊക്കെ പറഞ്ഞിരുന്നത്. പക്ഷെ ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞ് വൈദികനാകണോ ഡോക്ടറാകണോ എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ എൻ്റെ എൻട്രൻസ് പരീക്ഷകൾ അടുത്ത് വരുന്നു. ഞാനാണെങ്കിൽ പ്രത്യേകിച്ച് ട്രെയിനിങ്ങിനൊന്നും പോയിട്ടില്ല. അന്ന് നമ്മുടെ PC തോമസ് സാറിൻ്റെ ട്രെയിനിങ് ഒക്കെ ആരംഭിച്ച കാലഘട്ടമാണ്. ഞാൻ ട്രെയിനിങ്ങിനൊന്നും പോയിട്ടില്ല. ഞാൻ +2 പ്രീ ഡിഗ്രി ക്രൈസ്റ്റ് കോളേജിൽ നന്നായിട്ട് പഠിച്ചു എന്നതായി പഠിച്ച് പ്രത്യേകിച്ച് ട്രെയിനിങ്ങിനൊന്നും പോയില്ല. അവസാനം വെക്കേഷൻ ആയപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ക്രാഷ് കോഴ്സിന് പോകാമെന്ന് വിചാരിച്ച് ഇരിങ്ങാലക്കുട തന്നെയുള്ള ഒരു ട്രെയിനിങ് സെൻറ്ററിൽ ഒരു ക്രാഷ് കോഴ്സ് 2 മാസം ഒരു പരിശീലനത്തിന് മാത്രമാണ്, എൻട്രൻസ് പരിശീലനത്തിന് ഞാൻ പോയത്. പക്ഷെ റാങ്ക് വന്നപ്പോൾ എനിക്ക് ആദ്യത്തെ ചാൻസ് തന്നെ MBBS അഡ്മിഷൻ കിട്ടി, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കിട്ടി. അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ ഒരു വൈദികനാകാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്, ഒരു വൈദ്യനാകാനാണ്. അങ്ങനെ ഞാൻ ഡോക്ടറാകാനുള്ള എൻ്റെ പഠനം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നാണ് പൂർത്തിയാക്കിയത്. ഏറ്റവും വലിയ വൈദ്യൻ ദൈവമാണ്. നമ്മെ സൃഷ്ടിക്കുകയും നമ്മെ പരിപാലിക്കുകയും നമ്മെ സുഖപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന വലിയ വൈദ്യൻ ദൈവമാണ്.
ഈശോ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. അതുകൊണ്ട് ജീവനെ ശുശ്രൂഷിക്കുന്ന നിത്യവൈദ്യൻ അല്ലെങ്കിൽ ഡിവൈൻ ഹീലർ, സ്വർഗീയ വൈദ്യനായ ഈശോ വിളിച്ചിട്ടാണ് ഞാനൊരു ഡോക്ടറായത് എന്നതാണ് എൻ്റെ ഉത്തമ ബോധ്യം. ബൈബിളിൽ ഈ ഒരു വചനത്തിൽ ജെറമ്യ പ്രവാചകൻ എഴുതിയ 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. I knew you before you were formed in your mother's womb. I made you holy. ഒരു അല്പം കൂടി കടത്തി പറഞ്ഞാൽ അടുത്തൊരു വചനം വരുമ്പോഴേക്കും അവിടെ ഒരു അപ്പോയിൻമെന്റ് ഓർഡറും കൂടി ഉണ്ട്, ഒരു അപ്പോയിൻമെന്റ് ലെറ്റർ ഉണ്ട്. I made you a prophet for the people. ഞാൻ നിന്നെ ജനതകൾക്ക് പ്രവാചകനായി നിയമിച്ചു. പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി അത് ദൈവം നമ്മളിലൂടെ പൂർത്തിയാക്കുന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ വിളി തിരഞ്ഞെടുക്കുന്നു. ഒരു ഡോക്ടർ എന്ന നിലയിൽ, ഒരു ഹെൽത്ത് പ്രൊഫഷണൽ എന്ന നിലയിൽ ഉള്ള എൻ്റെ വിളി ബേസിക്കലി ഞാൻ പറയും അത് ദൈവത്തിൻ്റെ വിളിയാണ്. നിങ്ങളുടെയും വിളി അത് തന്നെയാണ്. അതുകൊണ്ട് ആസ് എ ഹെൽത്ത് പ്രൊഫഷണൽ, ആസ് എ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻറ്റ്, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളങ്ങനെ ആയിത്തീർന്നത് കേവലം എന്താ പറയണ്ടേ ആകസ്മികതകളുടെ ആക്സിഡൻറ്റിൻ്റെ ഭാഗമായിട്ടൊന്നല്ല. ഇറ്റ് ഈസ് എ പെർഫെക്റ്റ് പ്ലാൻ. ദൈവത്തിൻ്റെ ഒരു പ്രത്യേക പദ്ധതിയാണ് അത്. നിങ്ങൾ ഇന്ന് എടുത്തിരിക്കുന്ന സബ്ജക്റ്റ്, നിങ്ങൾക്ക് കിട്ടിയത്, അല്ലെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുത്ത കോളേജ് നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങളുടെ റാങ്കിൽ ഏറ്റക്കുറച്ചിലുണ്ടായതുകൊണ്ട് മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കൂടുതൽ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്, ദൈവത്തിൻ്റെ വിളിയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ വിളിയോട് നല്ല രീതിയിൽ പ്രത്യുത്തരിക്കാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. മനുഷ്യജീവൻ ഏറ്റവും വിലപ്പെട്ട ഒരു കാര്യമാണ്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ ദാനമാണ് മനുഷ്യജീവൻ. എന്തുകൊണ്ടാണ് മനുഷ്യജീവന് വലിയ വിലയുണ്ടെന്ന് നമ്മൾ പറയുന്നത്? ഞാൻ പറയും, ഒന്നാമതായിട്ട് ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്, അതുകൊണ്ടാണ് മനുഷ്യജീവന് വലിയ വിലയുള്ളത്. രണ്ടാമതായിട്ട് മനുഷ്യനെ മഹത്വമുള്ളവനെ സൃഷ്ടിച്ചത്, സൃഷ്ടിയുടെ മകുടമൊക്കെ ആയിട്ട് മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവമാണ്. ദൈവം മനുഷ്യനെ എന്തിനു സൃഷ്ടിച്ചു എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ നമുക്കിങ്ങനെ പറയാം, പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുവകകളും എല്ലാ കാര്യങ്ങളും ദൈവം സൃഷ്ടിച്ചത് മനുഷ്യന് വേണ്ടിയാണ്. പക്ഷെ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ദൈവത്തിന് വേണ്ടി തന്നെയാണ്. ഹി ക്രിയേറ്റഡ് മാൻ ഫോർ ഹിംസെൽഫ്. അതുകൊണ്ട് മനുഷ്യജീവൻ വിലയുള്ളതാണ്. ഇനി ക്രിസ്ത്യാനികളായ ഞങ്ങൾ ഒരു സ്റ്റെപ്പും കൂടെ കടന്നു പറയും, ഞങ്ങളുടെ പാപാവസ്ഥയിൽ നിന്ന്, ഞങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ അവസ്ഥയിൽ നിന്ന്, സ്വർഗം നഷ്ടപ്പെട്ട അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ വീണ്ടെടുത്തത് ക്രിസ്തുവിൻ്റെ രക്തത്താലാണ്, അവൻ്റെ ജീവൻ പകരം നൽകിക്കൊണ്ടാണ്. അതുകൊണ്ട് ഇറ്റേണൽ സാൽവേഷൻ അല്ലെങ്കിൽ നിത്യമായ രക്ഷ മനുഷ്യന് നൽകുന്നത് ദൈവമാണ്. അതുകൊണ്ട് ദൈവം മനുഷ്യനെ അത്ര അധികം വിലമതിക്കുന്നു, തൻ്റെ ജീവനേക്കാളും ദൈവം മനുഷ്യനെ വിലമതിക്കുന്നു എന്ന ബോധ്യമാണ് ഓരോ മനുഷ്യജീവനുമുള്ള വിലയെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുക. അതുകൊണ്ട് തന്നെ ഈ മനുഷ്യനെ ശുശ്രൂഷിക്കാനാണ്, അല്ലെങ്കിൽ ഈ മനുഷ്യജീവനെ ശുശ്രൂഷിക്കാനാണ് ദൈവം നമ്മളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഡോക്ടറായി കഴിഞ്ഞിട്ട് ഞാൻ ഏറ്റവും അധികം പ്രവർത്തിക്കാൻ ഇഷ്ടപ്പെടുന്ന എക്സ്ട്രാ കരിക്കുലർ ഏരിയ എന്ന് പറയുന്നത് പ്രോ ലൈഫ് മൂവ്മെൻ്റാണ്. ജീവനെ ശുശ്രൂഷിക്കുന്ന പ്രോ ലൈഫ് മൂവ്മെൻറ്റിൽ വർക്ക് ചെയ്യുകയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. ഫാമിലി, ലൈഫ്, കുഞ്ഞുങ്ങൾ, എസ്പെഷ്യലി ഗർഭസ്ഥ ശിശുക്കൾ, ഇവരെയൊക്കെ ശുശ്രൂഷിക്കുകയും അവരുടെ ജീവന വിലയുണ്ടെന്ന് ഈ ലോകത്തോട് വിളിച്ചു പറയും. ഫാമിലി വാല്യൂസിന് ഇന്നും വലിയ പ്രാധാന്യമുണ്ടെന്ന് ഈ ലോകത്തോട് വിളിച്ചു പറയാനും ഉള്ള ഒരു ശുശ്രൂഷ ഞാൻ ഈ ഡോക്ടർ പ്രൊഫഷൻ്റെ ഒപ്പം ഏറ്റെടുത്തിരിക്കുന്നതിന് കാരണവും അത് തന്നെയാണ്. ഇനി നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ ഒരു പോയിന്റ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മളെല്ലാം സ്നേഹമുള്ളവരാണ്, അല്ലെ? സ്നേഹിക്കാൻ അറിയുന്നവരാണ്. സ്നേഹം നമുക്ക് പല വിധത്തിൽ പ്രകടിപ്പിക്കാൻ പറ്റും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിയാണ്
കരുണയുള്ളവരായിരിക്കുക. ബി കൈൻഡ്. ദൈവത്തിൻ്റെ രൂപം എന്താണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മുഖം എന്താണ് എന്ന ചോദ്യത്തിന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്ന ഉത്തരം കരുണയാണ് ദൈവത്തിൻ്റെ മുഖം. അപ്പോൾ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ മുഖം ഉണ്ടാകാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ കരുണ വിട്ടുകളയരുത്. ബി കൈൻഡ് ടു യുവർ പേഷ്യൻസ്, ബി കൈൻഡ് ടു യുവർ ഫെലോ ഹ്യൂമൻ ബീങ്സ്, ബി കൈൻഡ് ടു യുവർ കൊളീഗ്സ്. നിങ്ങളുടെ കീഴിൽ ജോലി ചെയ്യുന്ന കീഴ് ജീവനക്കാരോടും നിങ്ങൾ കരുണയുള്ളവരായിരിക്കണം. സോ ഡു നോട്ട് ലൂസ് യുവർ കൈൻഡ്നെസ്. പ്രിയമുള്ളവരെ, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ എക്സ്പീരിയൻസുകൾ ഞങ്ങളുടെ ജനറൽ ആശുപത്രി, തൃശ്ശൂർ ജനറൽ ആശുപത്രിയിലെ ഓർത്തോ വാർഡിൽ പലപ്പോഴും ഞങ്ങൾക്ക് കിട്ടുന്ന ചില പേഷ്യൻസ് എങ്കിലും അബാൻഡൻഡ് ആയിട്ടുള്ള പേഷ്യൻസ് ആയിരിക്കും, ആരുമില്ലാത്തവരായിരിക്കും. അങ്ങനെയുള്ളവരെ കൊണ്ടുവരുമ്പോൾ അവരുടെ അവസ്ഥ പലപ്പോഴും പല വിധത്തിലായിരിക്കും. ഒരാൾ, എനിക്ക് ഓർമ്മയുണ്ട്, കാലിൽ മുഴുവൻ പ്രഷർ സോഴ്സ് വന്ന് അതിൽ നിന്ന് മാഗറ്റ്സ്, ഒത്തിരി പുഴുക്കൾ ചാടി വരുന്ന അവസ്ഥയിൽ പോലീസുകാർ കൊണ്ടുവന്ന് ഞങ്ങളുടെ കാഷ്വാലിറ്റിയിൽ ഇട്ടിട്ട് പോയി. ഞാനും അന്ന് അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സ്റ്റാഫ് എല്ലാം കൂടി അതിൽ ഉള്ളിലേക്ക് ടർപ്പൻ്റെയൊക്കെ ഒഴിച്ച് അത് ക്ലീൻ ചെയ്ത് എല്ലാ മാഗറ്റ്സിനെ എടുത്തു കളഞ്ഞ് വളരെ ബുദ്ധിമുട്ടി. അവിടെ നിൽക്കാൻ പോലും വയ്യാത്ത പോലെ മണമായിരുന്നു. അവിടെ നിന്ന് രോഗിയെ ശുശ്രൂഷിച്ച് ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഏതാണ്ട് 2-3 മാസം എടുത്ത് അയാളുടെ മുറിവുകൾ ഉണങ്ങി. പക്ഷെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, മുറിവുകൾ ഉണങ്ങി ആ മനുഷ്യൻ നടന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അപ്പോൾ എന്നെ നോക്കി അദ്ദേഹം ഒന്ന് പുഞ്ചിരിച്ചു. ആ പുഞ്ചിരിയുടെ വാല്യൂ ഒരുപക്ഷെ എനിക്ക് കിട്ടുന്ന മറ്റേത് പ്രതിഫലത്തെക്കാളും, എൻ്റെ ശമ്പളത്തെക്കാളും ഒക്കെ അധികമായിരുന്നു എന്ന് എനിക്ക് സാക്ഷ്യപ്പെടുത്താൻ പറ്റും. അതുപോലെ തന്നെയാണ് ഒരു വ്യക്തി, അദ്ദേഹം മിക്ക ദിവസവും കാഷ്വാലിറ്റി വന്ന് മദ്യപിച്ച് ബഹളം ഉണ്ടാക്കുന്ന വ്യക്തിയാണ്. ഞങ്ങളെ ഡോക്ടർമാരൊക്കെ തെറി വിളിക്കുന്ന, ദിവസം വന്ന് തെറി വിളിക്കുന്ന വ്യക്തിയാണ്. പക്ഷെ ഈ വ്യക്തി വീണ് കാലൊടിഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. വാർഡിൽ ചെന്നപ്പോൾ അദ്ദേഹത്തെ കണ്ടു. അപ്പോൾ ആദ്യത്തെ കുറേ ദിവസം അദ്ദേഹം മദ്യം കിട്ടാൻ വേണ്ടിയുള്ള ബഹളത്തിലായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ആളൊന്ന് ക്വയറ്റായി കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിന് ട്രാക്ഷൻ ഇട്ട് കൊടുത്തു. ഓപ്പറേഷൻ ചെയ്യാനൊന്നും ബൈസ്റ്റാൻഡ് ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ട്രാക്ഷനൊക്കെ ഇട്ട് കൊടുത്ത് 3 മാസം കഴിഞ്ഞപ്പോൾ ഒരു വിധത്തിൽ അദ്ദേഹത്തോട് പറഞ്ഞു, എണീറ്റ് നടക്കാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം മടിച്ചു. കാരണം ഇവിടെ എണീക്കാൻ വയ്യ, നടക്കാൻ വയ്യ എന്നതിൻ്റെ പേരിലാണ് അദ്ദേഹം ഇവിടെ കിടക്കുന്നത്. 3 മാസമായിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റായി കിടക്കുന്നത്. അത് ഉപേക്ഷിക്കാൻ അദ്ദേഹത്തിന് മടിയായി. പക്ഷെ ഞാൻ മെല്ലെ പറഞ്ഞു. എന്നിട്ട് തോളിൽ കൈ ഇട്ട് അദ്ദേഹത്തെ താങ്ങിയെടുത്ത് അവിടെ രോഗികളെ ശുശ്രൂഷിക്കാൻ നിൽക്കുന്ന ചില വോളണ്ടിയേഴ്സ് ഉണ്ട്, അവരെയും കൂടെ കൂട്ടി അദ്ദേഹത്തെ നടത്തിച്ചു. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം നടന്ന് പുറത്തേക്ക് പോയി. ഈ മനുഷ്യൻ ആ ഒരു ഇൻസിഡൻറ്റിന് ശേഷം അദ്ദേഹം ഒരു ധ്യാനമൊക്കെ കൂടി അദ്ദേഹം മാനസാന്തരപ്പെട്ട് മദ്യപാനമൊക്കെ നിർത്തി വളരെ നല്ലൊരു മനുഷ്യനായി തീർന്നു. മാത്രമല്ല, ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുന്ന മറ്റു രോഗികളെ ശുശ്രൂഷിക്കാൻ അദ്ദേഹം മുൻകൈ എടുത്തു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം RSBY സ്കീമൊക്കെ വന്നപ്പോൾ അദ്ദേഹം ഒരു RSBY കാർഡൊക്കെ സംഘടിപ്പിച്ച് എന്നെ അന്വേഷിച്ച്, ഞാൻ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടേക്ക് എത്തി. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തിന് RSBY കാർഡിലെ ഫണ്ടൊക്കെ ഉപയോഗിച്ച് അദ്ദേഹത്തിന് ഒരു ടോട്ടൽ ഹിപ്പ് റീപ്ലേസ്മെൻറ്റ് പിന്നീട് ചെയ്തു കൊടുത്തു. പ്രിയമുള്ളവരെ, ഈ മനുഷ്യൻ ഇപ്പോഴും എല്ലാ പ്രധാന ദിവസങ്ങളിലും എന്നെ വിളിക്കും. എന്നിട്ട് പറയും, ദൈവം ഡോക്ടറെ അനുഗ്രഹിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി സന്തോഷത്തോടെ സംസാരിക്കും. ഇങ്ങനെയുള്ള നമ്മുടെ ഈ ഒരു കൈൻഡ്നെസ്, നമ്മൾ മറ്റുള്ളവരോട് കാണിക്കേണ്ട കൈൻഡ്നെസ് നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. ഇനി രണ്ടാമതൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമുക്കൊരു അധികാരമൊക്കെ കിട്ടുകയാണെങ്കിൽ, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റൊക്കെ കിട്ടുകയാണെങ്കിൽ, നെവർ സീസ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി, നെവർ ലീവ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി. അത് ഓൾവേസ് ട്രൈ ടു സീസ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി. ഇറ്റ് ഈസ് എ വേ ടു ഹെൽപ്പ് അതേഴ്സ്. നമ്മൾ വർക്ക് ചെയ്യുന്ന ആശുപത്രി, പ്രത്യേകിച്ച് സർക്കാർ ആശുപത്രിയൊക്കെ ആണെങ്കിൽ നമുക്കതിനെ ഒത്തിരി ഡെവലപ്പ് ചെയ്യാനായിട്ട്, ഒത്തിരി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എനിക്ക് അങ്ങനെയുള്ളൊരു ചാൻസ് കിട്ടിയത് ഞാൻ RMO ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോഴാണ്. RMO എന്ന പോസ്റ്റ് സെപ്പറേറ്റ് ആണ്. ആ പോസ്റ്റിൽ ഇരിക്കാൻ എനിക്ക് യോഗ്യത ഒന്നുമില്ല. പക്ഷെ അന്ന് വേറെ ആരും അത് ഏറ്റെടുക്കാനില്ലാത്തതുകൊണ്ട് എനിക്കൊരു അഡീഷണൽ ചാർജായിട്ട്
ഓർത്തോപെഡിക്സിന് പുറമെ അതും കൂടി നൽകി. ആ ഒരു കാലഘട്ടത്തിൽ എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ ഹോസ്പിറ്റലിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ, അവിടെ രോഗികൾക്ക് വേണ്ടിയൊക്കെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ. ഇന്ന് ഏറ്റവും നല്ലൊരു പേഷ്യൻ്റ് ഫ്രണ്ട്ലി OP അവിടെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡിസൈനിലും അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനിലും ഒക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഒത്തിരി ഇന്ന് ജനറൽ ഹോസ്പിറ്റൽ പണ്ടത്തെ ഒരു ഇടുങ്ങിയ മുറികളുള്ള അല്ലെങ്കിൽ ഒരു ആളുകൾ കയറാൻ മടിക്കുന്ന രൂപത്തിൽ നിന്ന് ഇന്നത്തെ ഒരു പേഷ്യൻ്റ് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറിലേക്ക് ഹോസ്പിറ്റൽ മാറിയെങ്കിൽ അതിൽ ഒരു ചെറിയ പങ്ക് അത് എനിക്ക് ഉണ്ട്. അത് എനിക്ക് ലഭിച്ചത് ഞാൻ ആ ഓപ്പർച്യൂണിറ്റി വേണ്ട വിധത്തിൽ ഉപയോഗിച്ചതുകൊണ്ടാണ്. 3 വർഷത്തോളം ഞാൻ ആർമോയുടെ അഡീഷണൽ ചാർജും കൂടി വഹിച്ചിരുന്നു. എനിക്ക് വർക്ക് ലോഡ് കൂടുതലായിരുന്നു, പക്ഷെ അതിൻ്റെ ഒത്തിരി റിസൾട്ട് ഒത്തിരി മനുഷ്യർക്ക് കിട്ടാനിടയായി. ഇനി അടുത്തൊരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് നിങ്ങളുടെ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരവും നിങ്ങൾ കളയരുത്. ഞാൻ ആർത്രോസ്കോപ്പി ഒക്കെ പഠിച്ചെടുത്തത് ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമാണ്. ഞാൻ ഒരു ട്രെയിനിങ്ങിന് പോയി. അത് കഴിഞ്ഞ് ഞാനത് ട്രെയിൻ ചെയ്ത് കിട്ടുന്ന അവസരത്തിലൊക്കെ മറ്റു ഡോക്ടർമാരെ ക്ഷണിച്ച് എൻ്റെ ഹോസ്പിറ്റലിൽ എത്തിച്ച് അവരുടെ കൂടെ സർജറി ചെയ്ത് അങ്ങനെ ഞാൻ പിന്നീട് ആർജിച്ചെടുത്തൊരു കാര്യമാണ് എൻ്റെ ആർത്രോസ്കോപ്പി സ്കിൽസ്. അപ്പോൾ അത് ആ ഒരു ട്രെയിനിങ് ഞാൻ ചെയ്തില്ലായിരുന്നെങ്കിൽ പ്രിയമുള്ളവരെ എനിക്കിന്നും ഒരു ആർത്രോസ്കോപ്പി പോലും ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ട്രെയിനിങ്ങിന് കിട്ടുന്ന ഒരവസരവും നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ട്രെയിൻ യുവർ സെൽഫ് ടു സെർവ് ദ പീപ്പിൾ ഓഫ് ഗോഡ്. അപ്പോൾ അതുകൊണ്ട് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നിങ്ങൾ പരമാവധി ശ്രമിക്കണം. രണ്ടാമതൊരു മെസ്സേജ് എനിക്ക് തരാനുള്ളത്, whenever you get a chance, help others to train themselves. ഞാൻ ഇത് പറയാൻ കാരണം എൻ്റെ ട്രെയിനിങ്ങിൽ എന്നെ സഹായിച്ച ഒത്തിരി ഡോക്ടർമാരെ കുറിച്ച് എനിക്ക് പറയാനുണ്ട്. പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജിൽ നിന്നും എൻ്റെ ഹോസ്പിറ്റലിൽ വന്ന് ജോലി ചെയ്യേണ്ട ഒരു ആവശ്യമില്ലാഞ്ഞിട്ടും ഇടയ്ക്കിടയ്ക്ക് വന്നിരുന്ന ഡോക്ടർ കൃഷ്ണകുമാറിനെ പോലെ അനേകർ, പ്ലാസ്റ്റിക് സർജറിയിലെ ഡോക്ടർ മോഹനെ പോലെയൊക്കെയുള്ള അനേകം പേരെ കുറിച്ച് എനിക്ക് പറയാനുണ്ട്. അമ്പലം മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന മോഹൻ സാറ് എന്നെ ട്രെയിൻ ചെയ്യാനായിട്ട് എൻ്റെ ഹോസ്പിറ്റലിൽ വന്ന് മെഡിക്കൽ കോളേജിൽ പ്രൊഫസറായിരിക്കുമ്പോൾ എൻ്റെ തിയേറ്ററിൽ ഓപ്പറേഷൻസ് ചെയ്തിട്ടുണ്ട് എന്നെനിക്ക് സ്നേഹത്തോടെ പറയാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ മറ്റുള്ളവരെ ട്രെയിൻ ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങൾ ഒരിക്കലും നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. അതുകൊണ്ട് പാലക്കാട് മെഡിക്കൽ കോളേജിൽ ഞാൻ പോയി കഴിഞ്ഞപ്പോൾ അവിടെ സാധിക്കുന്ന എല്ലാ ജൂനിയർ റെസിഡൻസിനെയും, അവിടെ മെഡിക്കൽ കോളേജിൽ കൂടി വർക്ക് ചെയ്യുന്നതായതുകൊണ്ട് അവിടെയുള്ള ജൂനിയർ റെസിഡൻസിനൊക്കെ ആർത്രോസ്കോപ്പിയിൽ ട്രെയിൻ ചെയ്യാനായിട്ട് ഞാൻ പരിശ്രമിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ട് എൻ്റെ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്തു. മാത്രമല്ല അവരെയും ഈ ഒരു ഫീൽഡിലേക്ക് എത്തിക്കാനായിട്ട് എനിക്ക് സാധിച്ചു. ഇനി മൂന്നാമത്തെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ കൊളീഗ്സുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ മറ്റുള്ളവരെ എങ്ങനെ പരിഗണിക്കുന്നു, അവരോട് എങ്ങനെ പെരുമാറുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് നമ്മുടെ കൊളീഗ്സ്, അവർ ആരായിരുന്നാലും. എൻ്റെ ഹോസ്പിറ്റലൊക്കെ പാർട്ട് ടൈം സ്വീപ്പേഴ്സ് ഉണ്ട്. അവർ മുതൽ സൂപ്രണ്ട് വരെയുള്ളവരോട് നല്ല റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാനായിട്ട് എപ്പോഴും ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ കഴിഞ്ഞാൽ വീണ്ടും ആ ബന്ധം മുറിഞ്ഞു പോകാതെ വീണ്ടും അവരോട് ഫ്രീ ആകാനും, അല്ലെങ്കിൽ ഒത്തിരി അവരോട് സോറി പറഞ്ഞ, ഇപ്പം ഞാൻ ചൂടായി, ഞാൻ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ അവരോട് സോറി പറഞ്ഞൊക്കെ അവരോടുള്ള ബന്ധങ്ങളൊക്കെ നന്നാക്കാൻ ഞാൻ പരിശ്രമിക്കാറുണ്ട്. അങ്ങനെ നല്ല റിലേഷൻഷിപ്പ് നമ്മുടെ കൊളീഗ്സിനോടൊക്കെ ഉണ്ടായിരുന്നാലാണ് നമുക്ക് കൂടുതൽ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുക. അടുത്തൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ബി ആക്സസിബിൾ. ഞാനൊരു ഡോക്ടറാണ്, എന്നെ കാണണമെങ്കിൽ ക്യൂ നിൽക്കണം, അല്ലെങ്കിൽ അപ്പോയിൻമെൻ്റ് എടുക്കണം, വിളിച്ചിട്ട് വരണം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ തട്ടിക്കയറുകയൊക്കെ ചെയ്യാം. പക്ഷെ വിളിക്കുന്ന എല്ലാവരുടെയും ഫോൺ അറ്റൻഡ് ചെയ്യും, അല്ലെങ്കിൽ കാണാൻ വരുന്ന എല്ലാവരെയും സ്നേഹത്തോടെ കാണുകയും നമ്മുടെ ഓഫീസ് സമയം കഴിഞ്ഞാൽ പോലും പിന്നീട് കയറി വരുന്നവരെ ഒന്ന് സ്നേഹത്തോടെ പരിഗണിക്കുകയൊക്കെ ചെയ്താൽ, പ്രിയമുള്ളവരെ, നമ്മൾ ആക്സസിബിൾ ആയാൽ ചില ഡോക്ടേഴ്സൊക്കെ എന്നോട് പറയാറുണ്ട്, നീ ഇങ്ങനെ വരുന്ന എല്ലാവരെയും കണ്ടുകൊണ്ടിരുന്ന നിന്റെ വീട്ടിൽ രോഗികൾ വരില്ല. പ്രൈവറ്റ് പ്രാക്ടീസ് ഉണ്ട് എനിക്ക്, അപ്പോൾ അവിടെ പേഷ്യൻസ് വരില്ല. പക്ഷെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം നേരെ തിരിച്ചാണ്. ഞാൻ എത്രത്തോളം കൂടുതൽ ഹോസ്പിറ്റലിൽ ആക്സസിബിൾ ആവുന്നു അത്രത്തോളം കൂടുതൽ എനിക്ക് വീട്ടിൽ പേഷ്യൻസ് വരും. കാരണം എന്താണെന്ന് വെച്ചാൽ
എൻ്റെ ഏറ്റവും വലിയ അഡ്വർടൈസ്മെൻ്റ് എന്ന് പറയുന്നത് എൻ്റെ സാറ്റിസ്ഫൈഡ് ആയ പേഷ്യൻസ് തന്നെയാണ്. അവർ മറ്റുള്ളവരോട് പറഞ്ഞു ഇങ്ങനൊരു ഡോക്ടറുണ്ട്, ആ ഡോക്ടറെ പോയി കാണുക എന്ന് പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് ഒത്തിരി പേരെ അവർ പറഞ്ഞു വിടാറുണ്ട്. അപ്പോൾ ഞാൻ എത്ര പേഷ്യൻസിനെ 300-350 പേഷ്യൻറ്റിനെ ഒരു ദിവസം ഒപ്പി കണ്ടാലും അതുകൊണ്ട് എൻ്റെ വീട്ടിലെ പ്രാക്ടീസിന് ഒരു കുറവും സംഭവിച്ചിട്ടില്ല, കൂടിയതല്ലാതെ കുറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഓൾവേസ് ബി ആക്സസിബിൾ. പ്രത്യേകിച്ച് നമ്മുടെ ഹോസ്പിറ്റലിലെ സ്റ്റാഫ്, പ്രത്യേകിച്ച് നമ്മുടെ കീഴിലുള്ള സ്റ്റാഫൊക്കെ അവരോട് ഏറ്റവും ആക്സസിബിൾ ആയിരിക്കും. എനിക്ക് ഒത്തിരി ഞാൻ അവിടുന്ന് തൃശ്ശൂരിൽ നിന്ന് മാറിപ്പോയപ്പോൾ പാലക്കാടേക്ക് പോയപ്പോൾ ഒത്തിരി സ്റ്റാഫ്, ജൂനിയർ സ്റ്റാഫ് എന്നെ വിളിക്കുമായിരുന്നു. കാരണം അവർ പറയും ഡോക്ടർ ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വന്ന് പറയാമായിരുന്നു, ഇപ്പോൾ ഞങ്ങൾക്ക് അത് സാധിക്കുന്നില്ല എന്നൊക്കെ പറയും. ചിലപ്പോഴൊക്കെ അവരെന്നെ വിളിച്ച് പരാതിയൊക്കെ പറയാമായിരുന്നു. അപ്പം ഞാൻ അപ്പോൾ അവരോട് പറയും സാറില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവരെ ആശ്വസിപ്പിക്കാനായിട്ട് ശ്രമിക്കുമായിരുന്നു. അപ്പോൾ ബി ആക്സസിബിൾ ടു അതേഴ്സ്, ദാറ്റ് വിൽ ഹെൽപ്പ് യു എ ലോട്ട് ഇംപ്രൂവ് യുവർ സർവീസ്. ഇനി ഒരു കാര്യം, നിങ്ങളുടെ ഭാഷ, നിങ്ങളുടെ സംസാരം നിയന്ത്രിക്കാൻ പഠിക്കുക. എൻ്റെ ഏറ്റവും വലിയ നെഗറ്റീവ് ഞാൻ പറയുകയാണെങ്കിൽ അത് ഞാൻ അംഗീകരിക്കാത്ത കാര്യങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് എൻ്റെ ശബ്ദം റേസ് ചെയ്യും. ദേഷ്യപ്പെടുന്നതാണോ അത് അഡ്രിനാലിൻ ഫ്ലോ കൊണ്ട് സൗണ്ട് കൂടുന്നതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ആ സൗണ്ട് എനിക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കില്ല. അത് കേൾക്കുന്ന പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഡോക്ടർ ടോണി ഇത്രയും ഒച്ചയിൽ സംസാരിക്കരുത്, അത് കേൾക്കുന്നവർ വഴക്കുണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ ആക്ച്വലി വഴക്കുണ്ടാക്കുന്ന ആളിനെ ഞാനത് കുറച്ചുകൂടി എംഫാറ്റിക് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. പക്ഷെ പലപ്പോഴും അത് തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. അതോറിറ്റീസ് പലരും എന്നോട് അത് വാൺ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ലാംഗ്വേജ്, നമ്മുടെ വോളിയം, ഇതൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കണം. ഒത്തിരി ഈ കാര്യത്തിൽ ഞാൻ പരിശ്രമിച്ച് കുറേ ചേഞ്ചസ് വന്നിട്ടുണ്ട്. പക്ഷെ എങ്കിലും ഇടയ്ക്കൊക്കെ അത് ചാടി വരുമ്പോൾ തന്നെ ഞാൻ ഓർക്കാറുണ്ട്, ദൈവമേ ഇങ്ങനെ സംസാരിച്ചാൽ പ്രശ്നമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ലാംഗ്വേജ് നമ്മൾ കൺട്രോൾ ചെയ്യുക. നമ്മുടെ ഭാഷ നല്ല ശുദ്ധമായ ഭാഷയും ശുദ്ധമായ ആംഗ്യങ്ങളും ആയിരിക്കണം നമുക്ക്. ഈ ഡോക്ടർ കാണിക്കുന്ന പോലെ, സ്ലൈഡിലെ ഡോക്ടർ കാണിക്കുന്ന പോലെ ഒബ്സീനായിട്ടുള്ള ആംഗ്യങ്ങളൊന്നും നമ്മൾ ഒരിക്കലും മറ്റുള്ളവരോട് കാണിക്കാൻ പാടില്ല. നമ്മുടെ പേഷ്യൻസിനോട് സംസാരിക്കുമ്പോഴാണെങ്കിലും അവർ നമ്മൾ പറഞ്ഞത് കേട്ടിട്ടില്ലെങ്കിലും നമ്മൾ പറഞ്ഞത് അനുസരിച്ചിട്ടില്ലെങ്കിലും അവരോട് നല്ല ഭാഷയിൽ സംസാരിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. കാരണം ഒരു ഡോക്ടറുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് നല്ല കമ്മ്യൂണിക്കേഷനാണ്. ഒരുപക്ഷെ ചികിത്സിക്കാൻ ഒത്തിരി കാര്യങ്ങളൊന്നും ചെയ്യാൻ അറിയില്ലെങ്കിലും, അല്ലെങ്കിൽ ഒത്തിരി എന്താ പറയുക മാജിക്കൽ ക്യൂറൊന്നും നടത്താൻ നമ്മളെ കൊണ്ട് പറ്റിയില്ലെങ്കിലും, നമ്മുടെ ഭാഷ നല്ലതാണെങ്കിൽ, നമുക്ക് അവരോടുള്ള സമീപനം നല്ലതാണെങ്കിൽ, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നല്ലതാണെങ്കിൽ അവർ ഒത്തിരി സാറ്റിസ്ഫൈഡ് ആവും. അത് അവരുടെ അസുഖം കുറയാനായിട്ട് അല്ലെങ്കിൽ അവർക്ക് നമ്മളുടെ വിശ്വാസം വർദ്ധിക്കാനായിട്ടൊക്കെ അത് കാരണമാകും. അതുകൊണ്ട് ഹാവ് എ ഗുഡ് ലാംഗ്വേജ്, കൺട്രോൾ യുവർ ടെമ്പർ, അത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് മറക്കാതിരിക്കും. ഇനി ഏറ്റവും അവസാനമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഫാമിലി ഫസ്റ്റ്. ഇനി പറഞ്ഞതൊക്കെ നമ്മുടെ രോഗി ശുശ്രൂഷ മേഖലകളെ കുറിച്ചാണ്. തീർച്ചയായും അതൊക്കെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ നമ്മൾ മറക്കരുത്, നമ്മുടെ സപ്പോർട്ട്, നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് നമ്മുടെ കുടുംബമാണ്. നമ്മുടെ കുടുംബത്തെ മറന്നുകൊണ്ടുള്ള ഒരു സേവനമായിട്ട് നമ്മുടെ സേവന രംഗം മാറരുത്, നമ്മുടെ പ്രൊഫഷൻ മാറരുത്. നമ്മുടെ ഫാമിലിക്ക് നമ്മൾ സമയം കൊടുക്കണം, ഫാമിലിയെ ചേർത്ത് പിടിക്കണം. ഒത്തിരി സക്സസ്ഫുൾ ഡോക്ടേഴ്സ്, ഞാൻ അറിയുന്ന ഒത്തിരി സക്സസ്ഫുൾ ഡോക്ടേഴ്സ് പലരും ഫാമിലിയിൽ പരാജയപ്പെട്ടവരാണ്. അത് നമുക്ക് സംഭവിക്കാതിരിക്കാനായിട്ട് നമ്മൾ നോക്കണം. ഓവർ വർക്ക് ചെയ്യുന്ന ഞാനൊരു വർക്കഹോളിക്കാണ്. പക്ഷെ അതിനിടയിലും കുടുംബത്തിന് വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കാനും കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കണം. ഇല്ലെങ്കിൽ അവസാനം നമ്മൾ പരാജിതരാകും. നമ്മൾ എത്ര നല്ല ഡോക്ടർമാരായാലും നമ്മുടെ കുടുംബം നമ്മൾ നഷ്ടപ്പെടുത്തിയാൽ, നമ്മുടെ ഫാമിലി ലൈഫ് നമ്മൾ കളഞ്ഞു കുളിച്ചാൽ, പ്രിയമുള്ളവരെ, അത് നമുക്ക് തീരാത്ത നഷ്ടമായി തീരും. അതുകൊണ്ട് ഫാമിലി ഫസ്റ്റ്, കുടുംബ ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കാൻ എപ്പോഴും പരിശ്രമിക്കുക. അതിനുവേണ്ടി നിങ്ങൾക്ക് കഴിയുന്നതെല്ലാം ചെയ്യുക. നിങ്ങളുടെ ജീവിത പങ്കാളിയോടും നിങ്ങളുടെ മക്കളോടും നിങ്ങൾക്ക്
നിങ്ങളുടെ മാതാപിതാക്കളോടും നിങ്ങളുടെ സഹോദരങ്ങളോടും ഒക്കെ നല്ല ബന്ധത്തിലായിരിക്കാൻ നല്ല പരിശ്രമം നിങ്ങൾ നടത്തുക. അതിലൂടെ ഒരു നല്ല കുടുംബത്തിൻ്റെ നാഥനും നാഥയും ഒക്കെ ആകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. പ്രിയമുള്ളവരെ, ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ നിങ്ങളോട് പറയാൻ ശ്രമിച്ചത് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ച ചില പാഠങ്ങൾ. അത് നിങ്ങളെ ഒത്തിരി സഹായിക്കുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഈ കേട്ടത് വെച്ചിട്ട് എന്ത് മാറ്റങ്ങളാണ് വരുത്തേണ്ടതെന്ന് നിങ്ങൾ ചിന്തിക്കുക. ആ ചേഞ്ചസ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. നിങ്ങളുടെ അമല മെഡിക്കൽ കോളേജിലെ PG ട്രെയിനിങ് അത് നിങ്ങൾക്ക് ഒത്തിരി പുതിയ പാഠങ്ങൾ നൽകട്ടെ. ഒത്തിരി എന്താ പറയണ്ടേ, മനുഷ്യജീവനെ വിലമതിക്കുന്ന, മനുഷ്യ വ്യക്തികളെ ഈക്വൽസായി കാണുന്ന, അല്ലെങ്കിൽ അവരെ ശുശ്രൂഷിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന നല്ല ഡോക്ടർമാരായി തീരാൻ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ദിവ്യവൈദ്യനായ യേശു നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വലിയ കൃപകൾ ചൊരിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞത് ഒന്നുകൂടി ആവർത്തിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം മുഴുവൻ ഈ ശുശ്രൂഷയുടെ മേഖലയിൽ, ഈ ഹീലിംഗ് മിനിസ്ട്രിയിൽ നിങ്ങൾക്ക് ചേർന്ന് നിൽക്കാനായിട്ട് സാധിക്കട്ടെ. ദിവ്യവൈദ്യൻ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാകട്ടെ. നിങ്ങളുടെ കരങ്ങളിലൂടെ ആ ദിവ്യവൈദ്യൻ അത്ഭുതങ്ങൾ ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.